ഗായ്സ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചും കമന്റ് ഇട്ടും പറഞ്ഞൊരു സംഭവമാണ് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുമെന്നുള്ളത്. അപ്പൊ നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഗായ്സ് നമ്മള് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടേ മലപ്പുറത്ത് പുതിയ തുടങ്ങിയ ജാംജൂൺ സൂപ്പർ മാർക്കറ്റ് കണ്ടു വന്നിട്ടുള്ളത്. ഫ്രൂട്ട്സിലെ രാജാക്കന്മാരായ ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, വത്തക്ക ഒക്കെ നമ്മൾ എടുത്തുക്കണം. പിന്നെ നമ്മൾ കുറച്ച് കൊക്കവടി വാങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തി നമുക്ക് ഓരോ സാധനങ്ങൾ കഴുകി അരിഞ്ഞ് മുറിച്ച് സെറ്റാക്കി വെക്കണം. നമുക്കൊരു സഹായത്തിന് വേണ്ടിയിട്ട് ബാപ്പാന്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റിന് കൂട്ടിക്കണം കേട്ടോ. റംസാൻ മാസം നോമ്പ് നോറ്റി ഫ്രൂട്ട്സുകൾ കരിമ്പ കിട്ടിട്ട് ഒരു സുഖം ഉണ്ടല്ലോ. ഔഫ്, ഇപ്പൊ എന്താ ക്യാമറ ഇപ്പൊ മാത്രം പണിയെടുക്കേണ്ട മാതിരി അഭിനയിക്കണോ? ബാക്കി ഫുള്ള് പണി ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിരത്തിയേക്കുമ്പോ എന്താ ചുറുക്കറിയോ കാണാന്. അങ്ങനെ മക്കളെ അരിന്റെ പരിപാടിയൊക്കെ നമുക്ക് ഓരോന്നാക്കി നടക്കണം. നമുക്കുള്ളത് ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, വത്തക്ക, കൊക്കവാട, പിന്നെ ഒരു ഫ്രൂട്ടി ഉണ്ട് കേട്ടോ. പിന്നെ നോമ്പർക്ക ഈത്തപ്പായും. നമ്മള് ടൗണിൽ ഇറങ്ങിക്കണം കേട്ടോ. നമ്മള് ഇതാർക്കാ കൊടുക്കണ്ട വെച്ചാല് നോമ്പർക്ക നേരത്ത് വീട്ടിലെത്താതെ ടൗണിലേക്ക് ഇങ്ങനെ പെട്ടെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓൽക്കട്ടെ നമ്മള് കൊടുക്കണ്ടേ. അപ്പൊ നമ്മളങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യേണ്ട വെച്ചാലേ നമ്മൾ ആദ്യം വണ്ടി എടുത്ത് 2-3 റൗണ്ട് ടൗണിൽ കൂടെ ഇങ്ങനെ ചുറ്റും. അപ്പൊ ഇങ്ങനെ നോക്കും ആരൊക്കെ നോമ്പർക്കാനുള്ളത് എന്നിട്ട് അവർക്ക് ഇങ്ങനെ കൊണ്ടേ കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ അടിയിൽ കൂടി ഒരു ഉമ്മച്ചിക്കുട്ടിക്ക് അതിന്റെ ഷോപ്പിന്റെ ഷട്ടറോടെ ലോക്ക് ആയിക്കണം. നിന്നോട് തുറന്നു ചോദിച്ചു. ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷെ നമ്മളെ കൊണ്ട് നടക്കണില്ല കേട്ടോ. അത് തുറക്കാൻ നോക്കി അവസാനം ഞാൻ ടയർഡായി. പിന്നെ ഞാനുള്ള തൽക്കാലിച്ച് നോമ്പർക്കാർക്കാണ് നോമ്പർക്കുള്ള സാധനം കൊടുത്തു. നമ്മൾ ഓരോ ആൾക്കാർക്ക് നോമ്പർക്കുള്ള സാധനം കൊടുക്കുമ്പോൾ മുഖത്തുള്ള സന്തോഷം എന്താ അറിയോ? ഞാൻ എല്ലാവരോടും നമുക്ക് വേണ്ടി തുറക്കാൻ പറയണം. അങ്ങനെ ബാങ്ക് കൊടുക്കാനായി നമ്മളടുത്ത് ഒരു പാക്കറ്റും കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ നോമ്പർക്കാൻ നിൽക്കുക. അപ്പൊ ആയിക്കൂടെ ഒരു ചീര കച്ചവടക്കാരൻ പാസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോമ്പർക്കാതെ നേരെ അത് അയാൾക്ക് കൊണ്ടേ കൊടുത്തു. കാരണം നമുക്ക് പെരി പോയാലും നോമ്പർക്കേ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയമാനുണ്ടോ, അത് നോമ്പ് തുറന്നിട്ടില്ല എന്നാ പറഞ്ഞത്. നമ്മളെ അടുത്തുള്ള സാധനമാണ് കഴിഞ്ഞു ചെയ്തിരുന്നത്. അപ്പൊ നമ്മളൊരു പീടി പോയിക്കാണ്ട് ഒരു ബ്രെഡും പിന്നെ കുറച്ച് പഴം കൊടുത്തു. പിന്നെ അടുത്ത് പള്ളി പോയിക്കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും കൊടുത്തു. ആ പള്ളിക്ക് തന്നെ നമ്മൾ നോമ്പറന്നു. പിന്നെ അവിടെ നിസ്കരിച്ചും ചെയ്തു. ഇന്നായിക്കോട്ടെ എന്നാ.